ജീവിതത്തിൽ നമ്മൾ നേടിയ പേരും പ്രശസ്തിയുമൊക്കെ പെട്ടെന്നൊരു ദിവസം ഇല്ലാതായേക്കാം. ഇന്നലെ വരെ സമൂഹം വളരെയധികം ബഹുമാനിക്കപ്പെട്ടയാൾ പെട്ടെന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരാളാണെന്നുള്ള പേരിൽ മാറ്റി നിർത്തപ്പെട്ടേക്കാം. അങ്ങനെ ഒരു സാഹചര്യം നമുക്കുണ്ടായാൽ നമ്മൾ അതിനെ തരണം ചെയ്യാൻ പല മാർഗങ്ങളും കണ്ടെത്തിയേക്കാം. മറ്റുള്ളവർക്ക് ഭ്രാന്തമെന്ന് തോന്നുന്ന, നമുക്ക് മാത്രം മനസ്സിലാകുന്ന നമ്മുടേത് മാത്രമായ വഴികൾ. അങ്ങനെയുള്ളൊരു വഴി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി തന്നെ മാറിയേക്കാം. ആ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കാൻ വേണ്ടി ഒരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത്തരത്തിലുള്ളൊരു കഥയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുസ്തകം GR ഇന്ദുഗോപൻ എഴുതിയ വിലായത്ത് ബുദ്ധ എന്ന പുസ്തകമാണ്. മാതൃഭൂമി ബുക്സാണ് ഈ ചെറിയ പക്ഷെ ഭയങ്കര രസകരമായിട്ടുള്ള നോവൽ പുറത്തിറക്കിയിരിക്കുന്നത്. കഥയിലെ മെയിൻ കഥാപാത്രം ഭാസ്കരനാണ്. ഒരു സ്കൂൾ അധ്യാപകനായി വിരമിച്ച് പൊതുപ്രവർത്തനമൊക്കെയായി അത്യാവശ്യം നാട്ടിലെ മാന്യനായ, വളരെയധികം ബഹുമാന്യനായ ഒരു വ്യക്തി. അങ്ങനെയുള്ള ഭാസ്കരൻ പെട്ടെന്നൊരു ദിവസം തൻ്റേതല്ലാത്തൊരു കാരണത്താൽ, തൻ്റേതല്ലാത്തൊരു സാഹചര്യത്താൽ അദ്ദേഹം തീട്ടം ഭാസ്കരനായി മാറുകയാണ്. അങ്ങനെ തീട്ടം ഭാസ്കരനായത് ഭാസ്കരൻ എന്ന വ്യക്തിക്ക്, ഭാസ്കരൻ എന്ന നാട് മുഴുവൻ ബഹുമാനിച്ചിരുന്ന ആ വ്യക്തിക്ക് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ മാർഗം ഒരു ചന്ദന മരം വളർത്തുക എന്നതാണ്. കാരണം തീട്ടമെന്ന് വിളിച്ച് അകറ്റി നിർത്തിയിരുന്ന ആളുകൾ താൻ മരിക്കുമ്പോഴെങ്കിലും പറയണം തൻ്റെ ശരീരത്തിന് ഭയങ്കര സുഗന്ധമായിരുന്നു, തനിക്ക് ഭയങ്കര സുഗന്ധമായിരുന്നു എന്ന്. അതുകൊണ്ട് തൻ്റെ ശരീരം ദഹിപ്പിക്കുവാനുള്ള ചന്ദന മുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ചന്ദന മരം വളർത്തുന്നത്. അങ്ങനെ അതായി മാറി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ ചന്ദന മരത്തിൽ വെച്ച് തന്നെ ദഹിപ്പിക്കണം. അങ്ങനെ ഇരിക്കെ നമ്മുടെ അടുത്ത ആളുടെ എൻട്രിയാണ് ഡബിൾ മോഹനൻ. ചന്ദന മരങ്ങൾ കൊള്ള ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി. ഈ ഡബിൾ മോഹനൻ തുടക്കത്തിൽ വലിയൊരു ഭീകര ക്യാരക്ടറൊക്കെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ബിൽഡപ്പ് ഒക്കെ ബാക്കിയുള്ളവർ കൊടുക്കുന്നുണ്ട്. ഭയങ്കര എന്താ പറയുക, അടിക്കും തിരിച്ചടിക്കും ഒക്കെ മുടുക്കാനായിട്ട്, അയാളുടെ കണ്ണിൽ പെട്ടാൽ പോലും ഇങ്ങനെ സീനാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു വ്യക്തി. ഈ ഡബിൾ മോഹനനും ഈ ഭാസ്കരനുമായി ചെറിയൊരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഡബിൾ മോഹനന് ഈ ചന്ദന മരത്തോട് തന്നെ ഒരു പ്രത്യേക താല്പര്യം തോന്നുകയാണ്. എന്തുകൊണ്ടാണ് ഡബിൾ മോഹനന് ഈ മരം തന്നെ വേണമെന്ന് നിർബന്ധം? അപ്പോൾ അങ്ങനെ ഒരു നിർബന്ധം ഡബിൾ മോഹനൻ പിടിക്കുമ്പോൾ എന്തൊക്കെയാണ് ഭാസ്കരൻ തൻ്റെ മരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ചെയ്യുക? ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഡബിൾ മോഹനൻ ആ മരം മുറിച്ച് മാറ്റുമോ, അതോ ഭാസ്കരൻ ആ മരത്തെ സംരക്ഷിക്കുമോ? ഇതൊക്കെ ആണ് വളരെ ത്രില്ലിംഗ് ആയിട്ട്, ഭയങ്കര രസകരമായിട്ട് ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു കഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാരക്ടേഴ്സിനെ തുടക്കത്തിൽ പ്ലേസ് ചെയ്യുന്നതും പിന്നീട് അങ്ങോട്ട് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളും, പിന്നീട് അങ്ങോട്ട് അവർ തമ്മിലുണ്ടാകുന്ന റിലേഷൻഷിപ്സും ക്ലാഷുകളും, അതിനകത്തേക്ക് വരുന്ന മറ്റാളുകളും, ഈ റിലേഷൻഷിപ്പുകളും എല്ലാം ഭയങ്കര രസകരമായിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ട് തന്നെയാണ് പോകുന്നത്. മാത്രമല്ല, ഒരുപാട് റൊമാൻറ്റിസൈസേഷനോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, വാക്കുകൾ കൊണ്ട് ഒരുപാട് വാക്കുകളുടെയൊക്കെ അതിപ്രസരമോ ഒന്നുമില്ലാതെ ഒരു നേരെ പോ ലൈനിലാണ് ഈ സാധനം മൊത്തം പോകുന്നത്. നേരെ പോ എന്ന് പറയുമ്പം ചുമ്മാ കാര്യം എഴുതി പോവുക മാത്രമല്ല, നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യുന്ന രീതിയിൽ തന്നെ, വളരെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ വന്നിരുന്നത് അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയാണ്. കാരണം അയ്യപ്പനും കോശിയിലും ത്രൂ ഔട്ട് ആയിട്ട് ഒരു നായകനും ഒരു വില്ലനും എന്നുള്ളൊരു സംഭവമില്ലല്ലോ. അതിൽ ഓരോ സാഹചര്യത്തിലും ആ ഓരോ ആളുകൾ ഇടപെടുന്നതനുസരിച്ച് നായകനും വില്ലനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി പോവുകയാണ്. നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും, നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതിൽ ആര് ജയിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്ന് നമുക്ക് തന്നെ ഡൗട്ട് തോന്നുന്ന തരത്തിലാണ് ആ ഒരു കഥ പോകുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ മനുഷ്യരും അങ്ങനെയാണല്ലോ. അവർക്ക് ഓരോ സാഹചര്യം അനുസരിച്ചാണല്ലോ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നതൊക്കെ വരുന്നത് നമ്മൾ ആ ആയിരിക്കുന്ന സാഹചര്യം അനുസരിച്ചായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ
ഭാസ്കരനാണോ മോഹനാണോ, ആരാണ് യഥാർത്ഥത്തിൽ നായകൻ, ആരാണ് യഥാർത്ഥത്തിൽ വില്ലൻ എന്ന് നമുക്ക് പോലും ഒരു തീർച്ചപ്പെടുത്താൻ കഴിയാതെ നമ്മളെ ഭയങ്കരമായി നമ്മളെ പിടിച്ചിരുത്തി കളയുന്ന ഒരു നോവൽ തന്നെയാണിത്. ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരുപാട് പ്രത്യേകതയിൽ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നോവൽ ഒരു സിനിമ ആകാൻ വേണ്ടി ഇരിക്കുന്നൊരു നോവലാണ്. ഈ പുസ്തകം സിനിമയാകാൻ വേണ്ടി പോകുന്നതാണ്. അതിലേറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം സിനിമയാക്കേണ്ടിയിരുന്നത് മലയാളത്തിന് അകാലത്ത് നഷ്ടപ്പെട്ടു പോയ സച്ചി എന്ന ഡയറക്ടറായിരുന്നു. അയ്യപ്പൻ ഘോഷിനെ പറ്റി പറഞ്ഞപ്പോൾ മനസ്സിലായി, നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മലയാളത്തിലെ മികച്ച സിനിമകളിലൊന്ന് തന്നെയാണ് അയ്യപ്പൻ ഘോഷി. ആ സിനിമ ചെയ്ത വ്യക്തി ഈ പുസ്തകത്തിലുള്ള ഈ ഒരു കഥ ചെയ്യുകയായിരുന്നു എങ്കിൽ എത്രയോ മികച്ചതാകുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുമ്പം എനിക്ക് ഉള്ളിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത് വളരെ മികച്ചൊരു സിനിമയാക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും അത് സാധിച്ചില്ല. അത് നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പുസ്തകം ഇപ്പോൾ, ഈ നോവൽ ഇപ്പോൾ സിനിമയാക്കാൻ പോകുന്നവർ ഈ നോവലിനോടും സച്ചിയോടും ഒരു എന്താ പറയുക, ആത്മാർത്ഥത പുലർത്തുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമയിലും ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. സച്ചിക്കുള്ളൊരു നല്ല ട്രിബ്യൂട്ടായി ഈ സിനിമ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. സാധിക്കുന്നവരെല്ലാവരും ഈ പുസ്തകം വായിക്കുക. ആ സിനിമയും മികച്ചതായി, ഈ പുസ്തകം പോലെ തന്നെ മികച്ചതായി നമ്മളെല്ലാവരെയും രസിപ്പിക്കുന്ന ഒരു സിനിമയായി തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.